ഹേ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞങ്ങൾ എവിടെ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടകിൽ ചെട്ടള്ളി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് ഒരു കൃഷി ഫാമിലാണ് വന്നിട്ടുള്ളത്. അപ്പം കൊടകിൽ കുറേ ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നുണ്ട്, എന്താ പറഞ്ഞെങ്കിൽ ഈ ടൂറിസ്റ്റ് പ്ലേസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ പർട്ടിക്കുലർ സ്ഥലം എന്തിനാണെന്നുള്ളത് പറഞ്ഞെങ്കിൽ ഈ എന്താ പറയുക, കൃഷിക്ക് അനുഗുണമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അപ്പം ഞാനിപ്പോൾ നിന്നിട്ടുള്ള എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റംബൂട്ടൻ്റെ ഒരു ചെടി ഉള്ള ഒരു പർട്ടിക്കുലർ സെഗ്മെൻറ്റ് ആക്കിയിട്ടുള്ള ഒരു സ്ഥലത്തിലാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ ചുറ്റും കാണാൻ പറ്റും, ഇവിടെ നിറച്ചും ഇപ്പം റംബൂട്ടാനാണുള്ളത്. അപ്പം ഇത് എന്താണെന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇത് വില പഴുത്തിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ, എല്ലാം പച്ച പച്ചയായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഫാർമിൽ റംബൂട്ടാൻ അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഫ്രൂട്ട്സും ചെടികളൊക്കെ ഉള്ളത്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഫോളോ മീ. ഇതൊക്കെ ലിച്ചി ചെടിൻ്റെ മരങ്ങളാണ്. കുറച്ച് ഇങ്ങോട്ട് പോയില്ലെങ്കിൽ ഇവിടെയൊക്കെ പേരക്കയുടെ ചെടിയാണ്. ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ റംബൂട്ടാൻ്റെ ചെടിയൊക്കെ ഇവർ നട്ടിട്ടുണ്ട്. ഇത് സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. എന്നാൽ സ്റ്റാർ ഫ്രൂട്ട് അധികം ഇവിടെ കായ്ച്ചിട്ടില്ല. സൂം ചെയ്ത് നോക്കാം ഞങ്ങൾക്ക് സ്റ്റാർ ഫ്രൂട്ട്, ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. സൂം ചെയ്ത് നിങ്ങൾക്ക് സ്റ്റാർ ഫ്രൂട്ട് കാണിക്കാം. യെസ്, ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. ഇതിൽ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊക്കെ കണ്ടിട്ടുള്ള ആവറേജ് സൈസിനേക്കാളും കുറച്ചും കൂടെ അധികം സൈസിലുള്ള ഒരു ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ടൈപ്പാണിത്, അഥവാ വെറൈറ്റിയാണ്. ഉറുമ്പ് ഇവിടെ വെറും ഡ്രാഗൺ ഫ്രൂട്ട് മാത്രമാണ് നട്ടിട്ടുള്ളത്. അപ്പം അവർ നട്ടിട്ടുള്ള മെത്തഡും അതുമല്ലാതെ ഇതിൻ്റെ അടുത്ത് കാണുന്ന ലാൻഡ്സ്കേപ്പും അതുമല്ലാതെ ഈ പച്ചപ്പും എല്ലാം ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ നിറച്ചും ആവക്കാഡോ അഥവാ ബട്ടർ ഫ്രൂട്ട് ഇതാണ് നട്ടിട്ടുള്ളത്. ഈ മുഴുവൻ സ്ഥലവും ഈ സപ്പോട്ട ചെടിക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇവിടെ മരത്തിൽ പഴം അധികം കാണാത്തത്. ഇത്ര വലിയ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടിയിൽ ഒരേ ഒരു ഡ്രാഗൺ ഫ്രൂട്ടും കണ്ടില്ല എന്നുള്ള വിഷമമായിരുന്നു. എന്നാൽ ഈ ഫാമിൻ്റെ ബാക്ക് സൈഡിൽ വന്നപ്പോഴാണ് ഇവിടെയും കുറച്ചും കൂടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികൾ നട്ടിട്ടുള്ളതെന്ന് അറിഞ്ഞത്. എന്നാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ചെടിയിൽ ആൾറെഡി ഡ്രാഗൺ ഫ്രൂട്ട് പറിക്കാനുള്ള ടൈമായിട്ടുണ്ട്, നല്ലതുപോലെ പഴുത്തിട്ട് പറിക്കാനുള്ള ടൈമായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇതിൻ്റെ സൈസ് കാണാൻ പറ്റും, ഇത് മേ ബി ഇറ്റ്സ് എ വൈറ്റ് കളറാണെന്ന് തോന്നുന്നു. ഇവിടെ 2 വെറൈറ്റീൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ചെടികളാണുള്ളത്, പിങ്കും പിന്നെ വൈറ്റും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെടികൾ ഇവിടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം കാണിച്ചു തന്ന സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെടിയിൽ കുറച്ച് പഴങ്ങളാണ് ഉണ്ടായത്. എന്നാൽ ഈ ഫാമിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള സ്റ്റാർ ഫ്രൂട്ടിൻ്റെ ചെടിയിൽ ചാകരയാണ്, നിറച്ചും സ്റ്റാർ ഫ്രൂട്ടാണ് ഉള്ളത്. അപ്പോൾ ഞങ്ങൾ എൻ്റർ ചെയ്യാൻ പോകുന്നത് ഒരു നഴ്സറിൻ്റെ അകത്തേക്കാണ്. അപ്പം ഇവിടുത്തെ ഒരു കൃഷി ഓഫീസർ പറഞ്ഞു, ഇവിടെ അധികം ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നത് ആവക്കാഡോയുടെ ചെടിയാണെന്ന്. ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ ചെടിയാണ്. പാഷൻ ഫ്രൂട്ട് 2 ടൈപ്പ് ഉണ്ട് ഇവിടെ, ഒരു ബ്ലാക്ക് കളറും അതുമല്ലാതെ ഒരു യെല്ലോയിഷ് വരുന്ന 2 ടൈപ്പാണുള്ളത് ഇവിടെ.
ಓಕೆ ಶುದ್ಧ ಒಂದೇ 1/4 kg ಆ ಥರ ಒಂದೇ ಲಿಫೆ 1/4 kg ಬರುತ್ತೆ ಓಕೆ. ಆ ಥರ ಬರುತ್ತೆ. ഇവിടെ കുറഞ്ഞ വിലക്ക് മഷ്റൂമിൻ്റെ സീഡും കൂടെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ. അപ്പോൾ എൻ്റെ പ്രസൻറ്റേഷൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെക്കും എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.